നമസ്കാരം. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാവും ചില ആൾക്കാർ 100 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കുന്നത്? അപ്പോ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു രഹസ്യത്തിലേക്കാണ് ഒരു യാത്ര പോകുന്നത്, നേരെ ജപ്പാനിലേക്ക്. അപ്പോ എന്തായിരിക്കും ഈ അത്ഭുതത്തിന്റെ പിന്നിലെ രഹസ്യം? ലോകത്ത് വേറെ എവിടെ നോക്കുന്നതിനേക്കാളും കൂടുതൽ കാലം, അതും സന്തോഷത്തോടെ ആളുകൾ ജീവിക്കുന്നൊരിടം, ഒക്കിനാവ. എന്താണ് ഈ ചെറിയ ജാപ്പനീസ് ദ്വീപിന് മാത്രം ഇങ്ങനൊരു പ്രത്യേകത? ഇതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ വില കൂടിയ മരുന്നുകളിലോ അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ടെക്നോളജിയിലോ ഒന്നും അല്ല ഒളിഞ്ഞിരിക്കുന്നത്, അല്ല. മറിച്ച് അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവരെ കണ്ടെത്തുന്ന വളരെ സിമ്പിൾ പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു തത്വത്തിലാണ്. ആ രഹസ്യം അത് ഒരൊറ്റ വാക്കിലുണ്ട്: ഇക്കിഗൈ. ഇക്കിഗൈ ജാപ്പനീസ് ഭാഷയിൽ ഇതിനർത്ഥം ജീവിതത്തിനൊരു ലക്ഷ്യം, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഉണരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസത്തിനും ഒരു അർത്ഥം തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തരം എനർജി. പക്ഷേ എന്താണ് ഈ ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഇക്കിഗായ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥമെന്താ? ശരി, നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദാ ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിയേ. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലത്തെ വലിയ കരിയർ ഗോളോ അല്ലെങ്കിൽ ഒരുപാട് പണം ഉണ്ടാക്കുന്നതോ അതൊന്നുമല്ല ഇക്കിഗൈ. ഇത് ഭാവിയിൽ എപ്പോഴോ അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നേരെ മറിച്ച് നമ്മുടെ ഓരോ ദിവസവും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ചെറിയ ചെറിയ പക്ഷെ അർത്ഥമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഒക്കിനാവില് റിട്ടയർമെന്റ് എന്നൊരു കോൺസെപ്റ്റിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്തത്. അവിടത്തെ ആളുകൾ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ കൃഷിയായിരിക്കാം, അല്ലെങ്കിൽ കല, എന്തുമായിക്കോട്ടെ, അത് ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണെന്നോ? ജീവിതത്തിനൊരു അർത്ഥവും സന്തോഷവും കണ്ടെത്താൻ വേണ്ടി മാത്രം. അപ്പോ ഈയൊരു ഫിലോസഫി അവരുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഹെൽത്തി ആയിട്ട് നിർത്തുന്നുവെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ തുടക്കം തന്നെ അവരുടെ ഭക്ഷണ രീതിയിൽ നിന്നാണ്. വളരെ ശ്രദ്ധയോടെയുള്ള ഒരു സമീപനമാണത്. ഹരാഹച്ചി ബു എന്ന ഈയൊരു നിയമം കേട്ടാൽ മതി, സംഭവം ക്ലിയറാകും. സിമ്പിളായി പറഞ്ഞാൽ വയറ് നിറഞ്ഞു പൊട്ടാറാകുന്നതുവരെ കഴിക്കാതിരിക്കുക, അത്രയുള്ളൂ. അതായത് വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നതിന് തൊട്ടു മുൻപ് ആ ഒരു പോയിന്റിൽ ഭക്ഷണം നിർത്തുക. ഈ ഒരൊറ്റ സിമ്പിൾ ശീലം നമ്മുടെ ദഹനം എത്രമാത്രം ബെറ്ററാക്കുമെന്നോ? ശരീരഭാരം കൺട്രോൾ ചെയ്യാനും നമ്മുടെ ബോഡിക്കുണ്ടാകുന്ന അനാവശ്യ സ്ട്രെസ് കുറയ്ക്കാനും ഇത് ശരിക്കും സഹായിക്കും. അവരുടെ ഡയറ്റ് നോക്കിയാലോ? വളരെ സിമ്പിളും നാച്ചുറലുമാണ്. ഇലക്കറികൾ, സോയ പ്രോഡക്ട്സ്, പിന്നെ ആന്റി ഓക്സിഡന്റ്സ് ഒരുപാടടങ്ങിയ ഗ്രീൻ ടീ, ഇതിനൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ ഭക്ഷണത്തെ ഒരു മരുന്നായിട്ടാണ് കാണുന്നത്. ഇനി വ്യായാമത്തിന്റെ കാര്യം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ മണിക്കൂറുകളോളം ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല. പകരം നടത്തം, ഗാർഡനിങ്, അങ്ങനെയുള്ള ചെറിയ പക്ഷേ സ്ഥിരമായ ചലനങ്ങൾ അവരുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ്. ഇത് അവരുടെ ശരീരത്തെ എപ്പോഴും ആക്റ്റീവായി നിർത്തുന്നു. ഓക്കെ, അപ്പോ ശാരീരികമായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇക്കിഗായ് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും സോഷ്യൽ ലൈഫിനെയും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം. ഈ ഫ്ലോ എന്നൊരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുഴുകി സമയം പോകുന്നതുപോലും അറിയാത്തൊരു മാജിക്കൽ അവസ്ഥയാണിത്. അപ്പോ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരു ഭാരമേ അല്ല, അതൊരു വല്ലാത്ത സന്തോഷമായി മാറും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഫ്ലോ സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്നറിയോ? മൾട്ടി ടാസ്കിംഗ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ഈ പുതിയ ശീലം ഉണ്ടല്ലോ, അതാണ് ഈ ഫ്ലോയും അതിലൂടെ കിട്ടുന്ന സംതൃപ്തിയും ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. റിസൾട്ട് ശരിക്കും അത്ഭുതപ്പെടുത്തും. അവരുടെ ദീർഘായുസ്സിന്റെ പിന്നിലുള്ള മറ്റൊരു രഹസ്യമാണ് മോയി. അതെന്താണെന്ന് വെച്ചാല് കുട്ടിക്കാലം തൊട്ടേ കൂടെയുള്ള, ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ. ഇത് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്നോ? ഈ സ്ട്രോങ് ആയ സോഷ്യൽ കണക്ഷൻസ് ഉണ്ടല്ലോ, വാർദ്ധക്യത്തെ ചെറുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നുകളിലൊന്നാണത്. ഇനി പ്രതിസന്ധികളെ എങ്ങനെ നേരിടാം എന്ന് പഠിപ്പിക്കുന്ന ചില ജാപ്പനീസ് തത്വങ്ങൾ നോക്കാം. നന കൊറോബി യാ ഓഖി, അതായത് 7 തവണ താഴെ വീണാലും 8ാമത്തെ തവണ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആ ഒരു ധൈര്യം. പിന്നെ വാബിസാബി, എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ നോക്കാതെ ചില അപൂർണതകളിലുള്ള സൗന്ദര്യം കണ്ടെത്തുക. ഇതൊക്കെ ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെയും ധൈര്യമായി നേരിടാൻ നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. ശരി, ഇത്രയൊക്കെ കേട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലും സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുന്നുണ്ടാവാല്ലേ?
എനിക്കെങ്ങനെ എന്റെ സ്വന്തം ഇക്കിഗായി കണ്ടെത്താൻ പറ്റും? ഈയൊരു യാത്ര തുടങ്ങുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ്. ഈ 4 സിമ്പിൾ ചോദ്യങ്ങൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഇതിനുള്ള ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങളുടെ കഴിവുകളും ലോകത്തിന് ആവശ്യമുള്ള കാര്യങ്ങളും ഇതെല്ലാം എവിടെയാണ് ഒന്നിച്ചു വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അവിടെയായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഇക്കിഗായി ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഇക്കിഗായ് എന്ന് പറയുന്നത് എവിടെയോ പോയി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു നിധിയൊന്നുമല്ല. അതല്ല, മറിച്ച് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികളിലൂടെയും തീരുമാനങ്ങളിലൂടെയും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അർത്ഥമുള്ള ഒരു ജീവിതത്തിനുള്ള നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തം. അപ്പോ അവസാനം ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയുണ്ട്, നിങ്ങളോട് തന്നെ ചോദിക്കാൻ. എന്താണ് നിങ്ങളുടെ ഇക്കിഗായി? ഓരോ ദിവസവും രാവിലെ ആവേശത്തോടെ നിങ്ങളെ ഉണർത്തുന്ന ആ ഒരൊറ്റ കാരണം അതെന്താണ്?